മാറ്റി എഴുതുകയാണ്. ഗാന്ധിജിയെ മറക്കുകയാണ്. ഗാന്ധിജിക്ക് പഠിപ്പിക്കാതെ ഗോഡ്സെക്ക് പഠിപ്പിക്കാൻ BJP ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു സംഘപരിവാറിന്റെ ഒരു പ്രവർത്തക മഹാരാഷ്ട്രയിലെന്ന് തോന്നുന്നു, ഒരു 3-4 വർഷം വരും ഗാന്ധിജിയെ വെടിവെച്ച്. ഫോട്ടോയിലാണ്. ഗാന്ധിജി 48-ൽ മരിച്ചു പോയതുകൊണ്ട് അവർക്ക് കയ്യിൽ കിട്ടിയില്ല അവിടേക്ക്. അത്രമാത്രം ദുഷ്ടമനസ്സും കലുഷിതമായ ചിന്താഗതിയും രാജ്യ പുരോഗമനത്തിന് കളങ്കം ചേർത്താൻ ഒരു മടിയുമില്ലാതെ പോകുന്ന ഒരു പ്രസ്ഥാനമായി സംഘപരിവാർ അധപ്പതിച്ചു. അവിടെയെല്ലാം ഭൂരിപക്ഷ ഹിന്ദുവിനെ ഉണർത്താൻ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകും. മുസ്ലിം വിഭാഗങ്ങൾ ഭ്രാന്തന്മാർ ചിലപ്പോ ഏതെങ്കിലും ഹിന്ദു അമ്പലത്തിന് നേരെ കല്ലെറിഞ്ഞാൽ അതിന്റെ മറവിൽ ആയിരക്കണക്കിന് പള്ളി അടിച്ചു തുറക്കാൻ മനസ്സ് കാണിക്കുന്നത് ഹിന്ദുത്വമാണോ? ആണോ? ഏതെങ്കിലും ഒരു കലാപത്തിന്റെ മറവിൽ 1000 കലാപം ഉണ്ടാക്കുന്നത് സനാതന ധർമ്മമാണോ? ഈ ഭൂരിപക്ഷ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നത് ഏതർത്ഥ അടിസ്ഥാനത്തിലാണ്? ഭൂരിപക്ഷ ചിന്ത ഇപ്പോഴും ഉണ്ടല്ലോ. പക്ഷെ ആ ഭൂരിപക്ഷ ചിന്ത എന്നത് ന്യൂനപക്ഷത്തിനെ അടിച്ചമർത്താനല്ല, നെഞ്ചോട് ചേർക്കാനാണ്. നിസ്കാരത്തഴമ്പുള്ള മുസൽമാനെ നെഞ്ചോട് ചേർത്താൽ എന്റെ വിശ്വാസം മരിച്ചു പോകുമോ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ എന്റെ അടുത്തിരുന്ന ഇസഹാക്ക് എവിടെയാ പോകുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഞായറാഴ്ച എന്റെ അടുത്തിരുന്ന ഷാജഹാൻ വെള്ളിയാഴ്ച പള്ളിയിൽ പോകാറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ അമ്പലത്തിൽ പോയിട്ടാ വന്നതെന്ന് എന്റെ സുഹൃത്തുക്കൾ എന്നോടും ചോദിച്ചിട്ടില്ല. നമ്മൾ കെട്ടിപ്പിടിച്ച് ചിരിച്ചും പൊട്ടിക്കരഞ്ഞ് ആസ്വദിച്ചും തമ്മിൽ പിണങ്ങിയും തമ്മിൽ ഇണങ്ങിയും സൗഹാർദ്ദതയുടെ വലിയൊരു ഗോപുരം തീർത്തിരുന്നു. ഇന്ന് വേർപാടിന്റെ വൈരുദ്ധ്യതയുടെ മതിൽ തീർക്കുകയാണ്. അത് നമ്മുടെ വീടുകളിൽ നിന്ന് പഠിപ്പിച്ചു വിടുകയാണ്. ഇന്ന് എന്റെ കുട്ടി സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ അടുത്തിരിക്കുന്നവൻ അവന് പറഞ്ഞു കൊടുക്കുന്നത് മതവിദ്വേഷമാണ്. അത് തിരുത്താൻ ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുമ്പോട്ട് വരുന്നില്ല. അവർ അതിനാക്കം കൂട്ടുകയാണ്. അവിടെ തിരുത്തലിന്റെ വക്താക്കളാണ് ഇടതുപക്ഷം. നമ്മൾ പറയുന്നു മനുഷ്യനാകണം, വിശ്വാസം അതിന്റെ അപ്പുറത്ത് നിൽക്കട്ടെ. എന്റെ വിശ്വാസം നിങ്ങൾക്കെതിരാകരുത്. നിങ്ങളുടെ വിശ്വാസം ഞാൻ സ്വീകരിക്കാൻ തയ്യാറാകുന്നത് സ്വാഭാവികമായിരിക്കണം. അടിച്ച് ഏൽപ്പിക്കാനോ അടിച്ചമർത്താനോ ഉള്ളതല്ല വിശ്വാസവും രാജ്യത്തിന്റെ സ്നേഹവും. രാജ്യസ്നേഹം ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമോ? നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമോ? രാജ്യസ്നേഹം മനസ്സിൽ നിന്നുണ്ടാകണം. പക്ഷെ BJP കൃത്യമായ രാജ്യസ്നേഹം പറയുകയാണ്. ഈ രാജ്യത്തിന്റെ നിലപാടുകൾക്ക് അവർ നിറം ചേർക്കുകയാണ്. ഞാൻ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാം. ഈ BJPയെ അരുത് കാട്ടാള മാ നിഷാദ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താനുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കണം. ഡോക്ടർ ശശി തരൂർ തീരം തൊടാൻ പോകുന്നില്ല, ഒരു സംശയം വേണ്ട. ആ പ്രസ്ഥാനം അദ്ദേഹത്തെ കൈവിട്ട് കഴിഞ്ഞു, തർക്കമേ വേണ്ട. ഏത് കോൺഗ്രസ്സുകാരനോട് ദേഷ്യം തോന്നിയാലും ആത്മാർത്ഥമായി ഞാൻ പറയുകയാണ്, അദ്ദേഹത്തിന്റെ ടേം പൂർത്തിയായി. നിങ്ങൾ അറിയാതെ വോട്ടുകൾ ഭിന്നിപ്പിച്ചാൽ, നിങ്ങൾ അറിയാതെ വോട്ടുകൾ പങ്കുവച്ചാൽ, നിങ്ങൾ അറിയാതെ പഴയ സ്നേഹം മുമ്പോട്ടെടുത്താൽ ഉറപ്പായും രാജീവ് ചന്ദ്രശേഖർ ജയിക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ തിരുവനന്തപുരം പാർലമെന്റിനെ കൊണ്ട് ചെന്നെത്തിക്കും. രാജീവ് ചന്ദ്രശേഖരൻ എനിക്കൊരു വിരോധമല്ല, അദ്ദേഹത്തെ ഇഷ്ടമാണ്, നല്ല കാണാനൊക്കെ കൊള്ളാം, ചന്തമൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം ഉയർത്തുന്ന ആശയം ഈ രാജ്യ പുരോഗതിക്ക് ഗുണകരമല്ല എന്നുള്ളത് കൊണ്ട്, അദ്ദേഹം ഉയർത്തുന്ന ആശയത്തിൽ മതേതരത്വ മൂല്യം ഇല്ലാത്തത് കൊണ്ട്, അദ്ദേഹം ഉയർത്തുന്ന ആശയത്തിൽ രാജ്യ ഭിന്നത ഉള്ളത് കൊണ്ട്, അദ്ദേഹം ഉയർത്തുന്ന ആശയത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക ഘടന ദുർബലപ്പെടും എന്നുള്ളത് കൊണ്ട്, അദ്ദേഹം ഉയർത്തുന്ന ആശയത്തിൽ രാജ്യത്തിന്റെ ഐക്യം ശിഥിലപ്പെടും എന്നുള്ളത് കൊണ്ട് അരുത് മാന്തിഷാദ എന്ന് പറയാൻ ഞാനും നിങ്ങളും രംഗത്ത് വരണം. അത് അദ്ദേഹത്തിനുള്ള വെറുപ്പോ സംഘപരിവാറിനുള്ള വൈരാഗ്യമോ പ്രധാനമന്ത്രിയോടുള്ള കണ്ണടച്ച് തുറന്നിട്ടുള്ള വൈരാഗ്യമൊന്നുമല്ല. രാജ്യം നിലനിൽക്കാൻ, ഈ രാജ്യത്തിന്റെ വിവിധ ഭാഷകൾ നിലനിൽക്കാൻ, രാജ്യത്തിന്റെ മതേതരത്വ മൂല്യത്തിന് കളങ്കം വരാതിരിക്കാൻ, വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കാൻ, വ്യത്യസ്ത ആശയങ്ങൾ സ്വീകരിക്കാൻ, സ്വതന്ത്രമായി സഞ്ചരിക്കാൻ, മതേതരത്വം സൃഷ്ടിക്കപ്പെടാൻ നമുക്ക് BJPയെ മാറ്റി നിർത്തിയേ കഴിയൂ. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് രാജ്യം ഒരുപാട് പുറകോട്ട് പോയി വിവിധ മേഖലകളിൽ. അതിന്റെ ചില ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. എല്ലാ മേഖലകളിലും ഇനി വരുന്ന കാലഘട്ടത്തിൽ കുറച്ചുകൂടി അപകടകരമായി വാളോങ്ങുന്ന സ്ഥിതിയിലേക്ക് മുമ്പോട്ട് വരും. അതുണ്ടാകരുത്. ഈ രാജ്യത്ത് പ്രതിപക്ഷം ഉണ്ടാകണം. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഇതുവരെ ഉണർന്നില്ലല്ലോ. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞപ്പോഴും അത് ഉൾക്കൊള്ളാൻ, അതിനെതിരെ പ്രതികരിക്കാൻ, അതിനെതിരെ പ്രതിഷേധിക്കാൻ കോൺഗ്രസിന്റെ എന്ത് മനസ്സാണ് ഉണർന്നത്?
അതിനെതിരെ ശബ്ദിക്കാൻ ഡോക്ടർ ശശി തരൂരിന് കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പറയുന്നു, കോൺഗ്രസ് മുക്ത ഭാരതമോ BJP മുക്ത ഭാരതമോ എന്നുള്ളതല്ല. ഭരണഘടനയെ തിരുത്തുന്ന അധികാരബലം മതേതൃത്വം നഷ്ടപ്പെടുത്തുന്ന കക്ഷികൾക്കുണ്ടാകരുത്. അത് കോൺഗ്രസ് ആയാലും BJP ആയാലും SDP ആയാലും മുസ്ലിം ലീഗ് ആയാലും ഏത് പ്രസ്ഥാനമായാലും മതേതൃത്വത്തിന്റെ മേൽ കടക്കൽ കത്തിവെക്കുന്ന, മതേതൃത്വ മൂല്യങ്ങൾക്ക് ശിഥിലം ഉണ്ടാക്കുന്ന, ഈ രാജ്യത്തിന്റെ പൊതുഘടനയെ ഉന്മൂലനം ചെയ്യുന്ന ഭൂരിപക്ഷം ഒരു പ്രസ്ഥാനത്തിനുണ്ടാകുന്നുവെങ്കിൽ ഈ രാജ്യം അപകടത്തിലാണ്. അവിടെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രധാന പ്രസക്തി. ഒറ്റ കാര്യം